ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ പേര് ജെയ്സൺ ചാക്കോ. വ്യവസായ വാണിജ്യ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാറായി കഴിഞ്ഞ മെയ് മാസത്തിൽ റിട്ടയർ ചെയ്തു. ഈ വീഡിയോ ഞാൻ ഇടുന്നത് എൻ്റെ അടുത്തുള്ള എനിക്കറിയാവുന്ന വളരെ പാവപ്പെട്ട, വളരെ ദുഃഖത്തിലിരിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയുള്ള ഒരറിയിപ്പ് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. ആ കുടുംബം വൈക്കം താലൂക്കിൽ, കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിലാണ്, കീഴൂർ എന്ന് പറയുന്ന കരയിൽ പാലിയപ്പാടം കുഞ്ഞ് എന്ന് പറയുന്ന പരേതനായ പാലിയപ്പാടം കുഞ്ഞ് അവരുടെ മകൻ മാത്യൂസ് 45 വയസ്സ്, റബ്ബർ വെട്ട് തൊഴിലാളിയായിരുന്ന മാത്യൂസ് കഴിഞ്ഞ ആഴ്ചയിലാണ് താൻ സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ, മാത്യൂസ് സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് വളരെ പതുക്കെയാണ്, ഞാൻ പതിവായി കാണാറുള്ളതാണ്. റോഡിൻ്റെ സൈഡ് ചേർന്ന് വെള്ള വരയിട്ടതിനോട് ചേർന്ന് സ്കൂട്ടറിൽ പോകുന്ന മാത്യൂസിന് ഒരു ടോറസ് വണ്ടി പുറകിൽ നിന്ന് വന്ന് മറ്റൊരു ടോറസ് വണ്ടി എതിർവശത്തേക്ക് പോകുമ്പോൾ എന്ന സമയത്ത് മാത്യൂസ് ഈ ലൈനിലൂടെ ഒതുങ്ങി പോവുകയാണ്. എന്നാൽ മാത്യൂസിൻ്റെ പുറകിൽ നിന്ന് വന്ന ഒരു ടോറസ് വണ്ടി ഒരു കാരണവശാലും കടന്നു പോകാൻ ഇടയില്ലായിരുന്ന, കാരണം ഒരു ടോറസ് ഒപ്പം മറുവശത്തേക്ക് പോവുകയാണ്. ഒരു കാറിന് പോലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓവർടേക്ക് ചെയ്യാൻ ഇടയില്ല. ആ സാഹചര്യത്തിൽ പുറകെ വന്ന മറ്റൊരു ടോറസ് ഈ മാത്യൂസിൻ്റെ ഇടയിലൂടെ ഓവർടേക്ക് ചെയ്ത് വന്ന് അദ്ദേഹത്തെ തട്ടി, അദ്ദേഹം വീണ് അതിൻ്റെ പിൻചക്രം അദ്ദേഹത്തിൻ്റെ തലയിലൂടെ കയറി ആ നിമിഷം മരിക്കുകയാണ്. വൈകുന്നേരം റേഷൻ കടയിൽ അരി മേടിക്കാനായിട്ട് ഭാര്യയെ പറഞ്ഞു നിർത്തിയിട്ട് റേഷൻ കടയിൽ അരി മേടിക്കാൻ പോയതാണ് അദ്ദേഹം. വളരെ ദാരുണവും വളരെ ഭീകരവുമായൊരു അപകടമാണ്. വലിയൊരു അശ്രദ്ധയാണ് ആ ജീവൻ അപഹരിച്ചത്. ആ കുടുംബത്തിൽ, ആ മാത്യൂസ് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ല. വീടോ സ്ഥലമോ സ്വന്തമായിട്ടില്ല. അദ്ദേഹം റബ്ബർ വെട്ട് തൊഴിലാളിയും ഭാര്യ ടൈപ്പ് റൈറ്റിംഗ് അറിയാവുന്ന ആളാണ്. അവർ ഒരു സഹകരണ സംഘത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു സാധാരണ പ്രൈമറി സഹകരണ സംഘത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ആ സഹകരണ സംഘത്തിലെ ഒരു ടൈപ്പ് റൈറ്റിംഗ് ജോലി, അതുപോലെ ജോലിയല്ല, ആ ടൈപ്പ് റൈറ്റിങ്ങും ഫോട്ടോസ്റ്റാറ്റും എടുത്തു കൊടുക്കുന്ന ഒരു കാര്യം ചെയ്യുകയാണ്. അവരവിടെ ജോലിക്കാരിയല്ല. ഈ ടൈപ്പ് റൈറ്റിങ്ങും ഫോട്ടോസ്റ്റാറ്റും എടുത്ത് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അത് അടുത്തയിടെ തുടങ്ങിയതാണ്. അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനമെന്ന് പറയുന്നത്, ഇതൊരു കുഗ്രാമമായതുകൊണ്ട് അവിടെ വരുന്ന കേസ് ചിലപ്പോൾ 20 രൂപയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ 50 രൂപയുടെ ആയിരിക്കും, അല്ലെങ്കിൽ 100 രൂപയുടെ ആയിരിക്കും. അതിൻ്റെ സംഘത്തിനൊരു വിഹിതം കഴിഞ്ഞിട്ട് ഒരു വിഹിതം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം 100 രൂപയോ 200 രൂപയോ ഒക്കെയാണ് സാധാരണഗതിയിൽ അവർക്ക് വരുമാനം ഇതിൽ നിന്ന് കിട്ടാവുന്നത്. അങ്ങനെ ഇരുന്ന് അവർ ഭർത്താവിൻ്റെ റബ്ബർ വെട്ടിയുള്ള വരുമാനം കൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഭർത്താവ് ഇത് ദാരുണമായി കൊല്ലപ്പെടുന്നത്, വണ്ടിയിടിച്ച്. ആ കുടുംബത്തിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിക്കുന്നു. അവർക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് അതിവേദനയിലിരിക്കുകയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സിജി മാത്യൂസ് എന്നാണ്. സിജി മാത്യൂസിന് 2 മക്കളാണ്. മൂത്ത മകൾ +1 പഠിച്ചു.
രണ്ടാമത്തെ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർ താമസിക്കുന്ന വീട് പോലും സ്വന്തമായിട്ടല്ല, സ്ഥലവും സ്വന്തമായിട്ടില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടാതെ നിങ്ങളിൽ മനസ്സലിവുള്ളവർ നിങ്ങളാലാകുന്ന ഒരു സഹായം എത്രയായാലും കുഴപ്പമില്ല. അവരുടെ പേരിൽ പെരുവ കേരള ഗ്രാമീൺ ബാങ്കിലെ ഒരു അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ട് നമ്പരും അതിൻ്റെ IFSC കോഡ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്കാകുന്ന തുക 100 രൂപയാണെങ്കിൽ 100 രൂപ, കഴിയുമെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആ വീട് ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട് അവരുടെ പേരിലല്ല. ആ വീട് പോലും കിണർ കിട്ടാതെ, ഇന്നും കിണർ പോലും കെട്ടാതെ അപകടകരമായി വെറും പാലത്തടിയിട്ട് കിടക്കുന്നൊരു കിണറും ഒരു പഴയ ഓടിട്ട കുഞ്ഞ് വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അത് അവരുടെ സ്വന്തമല്ല. അവരുടെ ഈ മരിച്ചുപോയ മാത്യൂസിൻ്റെ ജ്യേഷ്ഠന്മാരുടെ പേരിലാണ് ആ സ്ഥലമൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സലിവ് തോന്നി അവരെ സഹായിക്കുക. പറ്റുന്നത് മതി. ചെറിയ സഹായമാകട്ടെ, വലിയ സഹായമാകട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന മനസ്സലിവിനൊത്ത വിധം നിങ്ങൾ ആ അക്കൗണ്ടിലേക്ക് അവർക്ക് പൈസ അയച്ച് അവരെ സഹായിക്കുക. ദുഃഖത്തിലിരിക്കുന്നവരെ, ഇല്ലാത്തവരെ സഹായിക്കുവാനായിട്ട് നമ്മളാൽ കഴിയുന്നത്, ഇല്ലാത്തതുപോലെയല്ല സഹായിക്കുന്നത്, ഉള്ളതിൻ്റെ മനസ്സുള്ളതനുസരിച്ച് ഉള്ളതിൽ നിന്ന് ഒരു വിഹിതം സഹായിക്കുക. യഥാർത്ഥ ആവശ്യക്കാരായ ഒരു വ്യക്തിയാണ്. ഞാൻ അന്വേഷിച്ചു, അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ധനസഹായം സംഘടിപ്പിക്കാനായിട്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ഞാൻ അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആരും ഇതുവരെയും ചെയ്തിട്ടില്ല. ദയവായി അവർക്ക്, ഈ കഠിന ദുഃഖത്തിലിരിക്കുന്ന അവർക്ക് ആശ്വാസനായി നിങ്ങളിൽ ആത്മീയരായ ആളുകൾ പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖത്തിന് പുറമെയാണ് അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഞെരുക്കവും ജീവിക്കാനുള്ള മുന്നിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് നിങ്ങളാലാവുന്ന സഹായം ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.